വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇത് ചില സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കാരണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണമെന്ന് വിചാരിച്ച് ചിലയിടത്ത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇത് വേണോ വേണ്ടായോ എന്നുള്ള ഇതിലാണ്. എന്തായാലും ഒന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താവും ഞങ്ങൾ ഈ ട്രയാങ്കിൾ എന്നതിനെക്കുറിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ നല്ലതുപോലെ ഇട്ടിട്ടുണ്ട്. അഥവാ അത് കേൾക്കാത്തവർക്ക് അതൊന്ന് കേൾക്കണം കേട്ടോ, കാണണം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെയും ആംഗിളുകളുടെയും അടിസ്ഥാനത്തിൽ എത്രയായി തിരിച്ചിരിക്കുന്നു എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതായത് ടെസ്റ്റിനകത്തിലെ ക്വസ്റ്റ്യനാണ്. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ചതുരം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നത് നീളം ഗുണം വീതിയാണ് കേട്ടോ. അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസിക്കൽ ടു L × B ആണ്. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മളിതെല്ലാം കണക്കുകൾ ചെയ്തത്. ഇനി നമ്മൾ പിന്നെന്താ പഠിച്ചത്? നമ്മൾ ഇനി പഠിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ട്രയാങ്കിളിനെ കുറിച്ചാണ് അല്ലേ. ട്രയാങ്കിളിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. അത് നമ്മൾ ചെയ്തതാണ്. എന്നിട്ട് ഈ കട്ടയുടെ അർത്ഥം ഞാൻ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ബേസും ഹൈറ്റും ഒക്കെ എപ്പോഴും തിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിവശമാണ്. ഹൈറ്റ് എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് ആവും ഞങ്ങൾ കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് എന്നാണ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്നതെന്ന് വെച്ചാൽ അതെന്തുവാന്ന് അറിയാൻ വയ്യാതെന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ. ഹൈറ്റിന് പറയുന്നതാണ് ആൾട്ടിറ്റ്യൂഡ്. പിന്നെ നമുക്ക് അതാണ്ട് ഈ കട്ട കണ്ടോ, അതാണ്ട് ഈ കട്ടയുടെ ഇതിൻ്റെ എൻഡ് വന്ന് നിൽക്കുന്ന ഇവിടെയും ഇതിൻ്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് രണ്ടുമാണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടി എടുക്കുന്നത്, B × H കേട്ടോ. അപ്പോൾ അത് വെച്ചുള്ള കണക്കുകൾ ഒന്നാമത്തെ എക്സർസൈസിൻ്റെ ക്വസ്റ്റ്യൻ 7.5 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ, അത് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഈ കണക്കിൻ്റെയും നമ്മൾ ചെയ്തു. നമുക്ക് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ മലയാളം മീഡിയക്കാർക്കാണ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് രണ്ടും എഴുതിയേക്കുന്നത്. കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ആൻസർ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കൂ നിങ്ങളെ, ഈ കട്ട എപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. ആ കട്ട എവിടെയാണോ വന്ന് നിൽക്കുന്നത് അത് രണ്ടുമാണ് ബേസ് ഇൻറ്റു ഹൈറ്റ് കേട്ടോ. അതായിട്ട് എടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താന്ന് ഓർത്തോടെ കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ഈ രണ്ട് സൈഡും 90 ഡിഗ്രി. ഇനി 90 ഡിഗ്രി അല്ലെ പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയട്ടെ. പെർപെൻഡിക്കുലർ ലംബം കേട്ടോ, പറയുമെന്നല്ല, അങ്ങനെയാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ സൈഡ് നോക്കി, ഇവിടെ 2 സൈഡ് പെർപെൻഡിക്കുലർ സൈഡാണ്. ഇവിടെ ഒരു കട്ടയുണ്ട്, ഇവിടെ ഒരു കട്ടയുണ്ട് കേട്ടോ. ഈ കട്ടയുടെ അർത്ഥം എന്താ, 90 ഡിഗ്രിയാണ്, ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്താ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കണം. റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താവും നിങ്ങളെ. അപ്പോൾ എന്താ, അതിൻ്റെ ബേസും ഉണ്ട് ആൾട്ടിറ്റ്യൂഡും ഉണ്ട്. ബേസും ആൾട്ടിറ്റ്യൂഡും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ. B × H ആണ് കേട്ടോ. 1/2 × B × H ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ. അത് വെച്ചാണ് നമ്മൾ ഇന്നലെ ഇത്രയും കണക്കാണ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കൂ നിങ്ങളെ. പാദവും ഉയരവും എന്താണ്, പാദവും ഉയരവും, ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എന്താ നിങ്ങളെ, ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ പരപ്പളവ്. പേജ് നമ്പർ 139 കണക്കാണ്. 139 കണക്കാണ്. ഈ കണക്കുകളാവും ഞങ്ങൾ കേട്ടോ. അത് നോക്കിക്കേ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്, ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, നേരെ ഇങ്ങനെ വരച്ച അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ, ലംബമാണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. രണ്ട് ചെറിയ മട്ടത്രികോണങ്ങൾ ചേർന്നതാണ് ഈ വലിയ, അതായത് ഇവിടെ ഒരു മട്ടത്രികോണമാണ്, ഇവിടെ വലുതും ചെറുതുമായ 2 എണ്ണം ചേർന്നതാണ് ഈ വലിയ ത്രികോണം എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെയും പരപ്പളവ് കാണാനാണ് ചോദിച്ചത്. എന്തോ നിങ്ങളെ, ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണത്തിൻ്റെ ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണത്തിൻ്റെയും, അതായത് രണ്ടിൻ്റെയും എന്ത് കാണണം, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാൻ. ഫസ്റ്റ് നമുക്ക് നോക്കാം ഏരിയ ഓഫ് സ്മാളർ റൈറ്റ് ആംഗിളിൻ്റെ. നോക്കിയേ, ഇവിടെ ബേസ് തന്നിട്ടുണ്ട് 2, ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ, ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 3 കേട്ടോ. ഹൈറ്റ് പൊക്കമാണ് കേട്ടോ, പൊക്കമാണ് കറക്റ്റ്. ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ്, പൊക്കം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 തന്നിട്ടുണ്ട്, ഇവിടെ 4 തന്നിട്ടുണ്ട്, ഇവിടെ 3 തന്നിട്ടുണ്ട്. ഈ 4 തന്നേക്കുന്ന വലിയ ട്രയാങ്കിളിൻ്റെ ആണ്, ചെറുതിൻ്റെ 2. അപ്പോൾ നമ്മൾ ആദ്യമേ ചെറുതിൻ്റെ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്മാളർ റൈറ്റ് ആംഗിൾ ഈസിക്കൽ ടു 1/2 × B × H. അതായത് ചെറിയ മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇത് സംശയം ഉണ്ടോ നിങ്ങളെ? 1/2 ×
2 × 3. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? 2 × 3 6, അതായത് 1/2 × 6. അപ്പോൾ എന്താ 1 × 6 6, ഒരു 6 6. 2 അതുപോലെ എഴുതുക. 6/2 എത്ര? 3 ആണ്. 3 2 6. ഓക്കെ ആണോ? ഇനി ഏരിയ ഓഫ് ലാർജർ റൈറ്റ് ട്രയാങ്കിൾ, വലുതിൻ്റെ. അപ്പോൾ ആദ്യമേ നമ്മൾ ചെറുതിൻ്റെ ചെയ്തു, ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ചെയ്തു. ഇനി നമ്മൾ വലുതിൻ്റെ ആണ് അല്ലേ. ഏരിയ ഓഫ് ലാർജർ റൈറ്റ് ട്രയാങ്കിൾ നോക്കിക്കേ. വലുതിൻ്റെ 4 3 അല്ലേ. 4 3 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? അതും 6 കിട്ടി കേട്ടോ. വലുതിൻ്റെ 6 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്ററും ചെറുതിൻ്റെ എത്രയാണ്? 3 സ്ക്വയർ സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം നമ്മൾ ഈ ചെറുതിൻ്റെയും കിട്ടി വലുതിൻ്റെയും കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എന്താ നിങ്ങളെ ഇപ്പം ഈ ചെറിയ റൈറ്റ് ആംഗിളിൻ്റെയും കിട്ടി, എന്താ റൈറ്റ് ആംഗിളല്ല റൈറ്റ് ട്രയാങ്കിളിൻ്റെയും കിട്ടി, വലുതിൻ്റെയും കിട്ടി. അപ്പോൾ ഇനി മൊത്തത്തിൻ്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? ഇത് രണ്ടും കൂടെ അങ്ങ് ഇതിൻ്റെ രണ്ടിനെയും കൂടെ കിട്ടിയത് അങ്ങ് കൂട്ടി നോക്കിയാൽ പോരെയോ? ഇല്ലയോ? എന്താ ആദ്യത്തേന് എത്ര? 3 കിട്ടി, രണ്ടാമത്തേന് 6 കിട്ടി. അപ്പോൾ എങ്ങനെയാണ്? 3 + 6 9 നമുക്ക് കിട്ടുന്നത്. ഇനിയും അതെല്ലാം നമുക്ക് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. എന്താ? ത്രികോണം, വലിയ ത്രികോണം. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ രണ്ടെണ്ണം കൂടെ ചേരുന്ന വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 × b × h ആണ് അല്ലേ. 1/2 × b × h. അപ്പോൾ അതും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അതെല്ലാം നമുക്ക് എന്താ നേരത്തെ ചെറുതും വലുതും ആദ്യമേ ചെയ്ത് രണ്ടെണ്ണോടെ കൂട്ടിയാലും എന്താ? 9 കിട്ടും. മനസ്സിലായോ? ഇത് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു കണക്കാണ്. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ? നിങ്ങളെ അത് ടെസ്റ്റ് ചെയ്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയണമെന്നില്ലല്ലോ കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്ത് കാണിച്ചത്. മനസ്സിലായോ? ആദ്യമേ നമ്മൾ ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ചെയ്തു, പിന്നെ നമ്മൾ ആ വലിയ ട്രയാങ്കിൾ ചെയ്തു, എന്നിട്ട് ഇത് രണ്ടും കൂടി ചെയ്തപ്പം ആൻസർ കിട്ടിയെന്ന്. മനസ്സിലായോ? അങ്ങനെ ആക്കി നോക്കി കഴിഞ്ഞാൽ ഇത് 139 പേജിലായിരുന്നു. ഇനി നമുക്ക് 139 രണ്ടാമത്തെ ചോദ്യം. എന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടോ? ഇങ്ങനൊരു ചോദ്യം. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നോക്കൂ നിങ്ങളെ ആ ചോദ്യം ഇവിടെ നോക്കിയേ. XY നമുക്ക് അവിടെ മുമ്പലത്തെ കണക്കിനകത്തിൽ നമുക്ക് 2 പിന്നെ 4 എന്നൊക്കെ രണ്ടെണ്ണത്തിൻ്റെ ബേസ് തന്നിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ ഈ കണക്കിൻ്റെ പ്രത്യേകത കണ്ടോ? ഇതിന് ബേസ് നോക്കിക്കേ XY എന്ന പേരാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ 8 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്രയാണ്, ഇവിടെ എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. മൊത്തത്തിൽ 8 ഉണ്ടെന്ന് അറിയാം, പക്ഷേ X എത്രയാണ് Y എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. മനസ്സിലായോ ചോദ്യത്തിൻ്റെ പ്രത്യേകത? ഇതുവരെ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വലിയ ട്രയാങ്കിളും തന്നിട്ടുണ്ട്, ചെറിയ ട്രയാങ്കിളും തന്നിട്ടുണ്ട് അല്ലേ. അതായത് വലിയ ത്രികോണവും ചെറിയ ത്രികോണവും നമുക്ക് ഇതുവരെ ചെയ്ത കണക്കിനകത്തിലുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പം നോക്കിക്കേ, മൊത്തത്തിൽ ഇവിടെ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് വെച്ചാൽ X ആണ്, ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് Y-യുമാണ് അല്ലേ. അപ്പം നമുക്കിവിടെ എത്രയൊക്കെയാണെന്ന് അറിയത്തില്ല. X-ഉം Y-യും എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ 8 തന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 8 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് ഇവിടെ നോക്കൂ നിങ്ങളെ പടം ഇവിടെ നോക്കണേ. അതായത് നമ്മുടെ ടെസ്റ്റ് നല്ലപോലെ ബുക്ക് നോക്കണേ. അതായത് ഇവിടെ 3, ഇവിടെ മൊത്തത്തിൽ ഇവിടെ X എന്നും Y എന്നും പേര് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഏരിയ ഓഫ് ലാർജർ ട്രയാങ്കിൾ ആദ്യം വലുതിൻ്റെ എഴുതണം. ലാർജറിൻ്റെ എന്താ? ബേസ് അതായത് 1/2 × b × h ആണ് അല്ലേ. ബേസ് ഇൻറ്റു ഹൈറ്റ് 1/2 × b × h ആണ്. എന്തെന്ന് നമ്മൾ പഠിച്ചത്? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ മാർക്കല്ലേ, കാരണം ഈ ചാപ്റ്ററിൽ ഈ ഇക്വേഷനാണ് മൊത്തം കേട്ടോ. അപ്പോൾ എന്താ? ബി നമുക്ക് തന്നിട്ടില്ല, X എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബി X എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ X എന്ന് കൊടുത്തു × 3 കേട്ടോ. നോക്കണേ നിങ്ങൾ. അപ്പം ഈ X എന്ന് പറയുന്നതിനെ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നറിയാവോ? ആദ്യമേ തന്നിരിക്കുന്ന നമ്പറുകൾ 1/2 × 3 എത്ര? 1 × 3 3, 2നെ അതുപോലെ എഴുതി. അപ്പോൾ എന്താ? 3/2 × X. മനസ്സിലായോ? 3 × X എത്ര? 3X അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ 3/2 × X എന്ന് വെച്ചാൽ 3/2 X എന്നാണ് അർത്ഥം. ഇൻറ്റു ഇട്ടില്ലേലും ഇതിൻ്റെ അർത്ഥം ഇൻറ്റു ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ. ഇനി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എന്താ ഞങ്ങളെ ഇത് സംശയമുണ്ടോ? നമ്മുടെ വലിയ ത്രികോണത്തിൻ്റെയും ചെറിയ ത്രികോണത്തിൻ്റെയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് തന്നിട്ടില്ല, X Y എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബേസ് X എന്നുള്ള പേര് കൊടുത്ത് വെച്ച് ഇത് ചെയ്തപ്പോൾ 3/2 X എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ചെറുതിന് Y എന്നുള്ള പേരാണ് അല്ലേ. അപ്പം നമ്മളെങ്ങനെ എഴുതും? 1/2 × b × h അല്ലേ. ബിയുടെ അവിടെ എന്തോ എഴുതണം? ബി ബേസ് ഇല്ല, അപ്പോൾ അവിടെ Y ആണ് കൊടുത്തിരുന്നത്. Y × 3. അപ്പോൾ എങ്ങനെ എഴുതും?
അപ്പം 1 × 3 3/2 y. ഈ 1/2 × 3 എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, അതായത് 1 × 3/2 എന്നാ, 1 × 3 3/2 y. ഇവിടെ എല്ലാവർക്കും തെറ്റാതെ നോക്കിക്കോണം കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്താ, മുമ്പ് എക്സിൻ്റെ ചെയ്ത പോലെ തന്നെ 3/2, ഇവിടെ 3/2 എക്സും ഇവിടെ 3/2 വൈയും വന്നു. സംശയം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാതെ എങ്ങനെയാണ് വന്നതെന്ന് കേട്ടോ. ഞാൻ പറയുന്നത് ഇനി മനസ്സിലാവുന്നില്ലെങ്കിലേ അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അടുത്ത നോക്കുന്നില്ലേ, അപ്പം നമ്മൾ ഇപ്പം ഈ വലുതിൻ്റെയും കണ്ടു, ചെറുതിൻ്റെയും കണ്ടല്ലേ. ഇനി നമ്മൾ എന്തോ ചെയ്യണം, മൊത്തത്തിലുള്ള മുമ്പിലത്തെ കൂട്ട് മൊത്തത്തിലുള്ള എന്താ ഏരിയ ഓഫ് ഓൾ ട്രയാങ്കിൾ, അല്ലെങ്കിൽ എന്താ ഒറിജിനൽ ട്രയാങ്കിൾ മൊത്തത്തിലുള്ള അല്ലേ, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ എന്താ, ആദ്യം കിട്ടിയ എത്ര 3/2 എക്സ്, രണ്ടാമത് കിട്ടിയത് 3/2 വൈ അല്ലേ. അപ്പോൾ നമുക്കിവിടെ മൊത്തത്തിൽ, അതായത് എക്സും വൈയും മൊത്തത്തിൽ 8 ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ എത്ര കിട്ടി, 8 ഉണ്ടെന്ന് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ചോദ്യത്തിൽ എക്സും വൈയും, ഈ എക്സും വൈയും കൂടി 8 ഉണ്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആ 8 എക്സ് പ്ലസ് വൈ 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 3/2 × 8. 8 വന്ന് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളെ, അതായത് 3/2 എക്സ് പ്ലസ് 3/2 വൈ. എക്സും വൈയും നമുക്ക് എത്ര 8 തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ 3 × 8 24/2 12 സ്ക്വയർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കണക്കാണ്. ടെസ്റ്റ് ചെയ്ത് കിടക്കുന്ന വിചാരിച്ച് നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഇതെന്തിനാ ചെയ്ത് തരുന്നതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് വേണം ചോദിക്കുക. കാരണം ഇത് ടെസ്റ്റ് ചെയ്ത്, പക്ഷേ അത് എല്ലാവർക്കും ഒന്നും അതെന്തോ ചെയ്യണമെന്നുള്ള ഡൗട്ട് കാണും. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടതാണ് കേട്ടോ. പേജ് നമ്പർ 139 രണ്ടാമത്തെ കണക്കാണത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓക്കെ ആണോ? ഇനി നമുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങളെ. ഫസ്റ്റ് പടം നോക്കിക്കേ. ഇവിടെ 4 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കേ ഡോട്ടാണ്, ഇവിടെയും ഡോട്ടാണ് കേട്ടോ. വരച്ചപ്പോൾ തെളിഞ്ഞു പോയതാണ്, ഡോട്ടാണ്. ഇവിടെ നോക്കിക്കേ ചരിഞ്ഞിരിക്കുകയാണ് ഈ വര അല്ലേ, ഇത് ഡോട്ടാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ ചരിഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ചരിഞ്ഞാണെങ്കിൽ അതിനെ നമുക്ക് പറ്റുമോ? ഇല്ല. നേരെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഹൈറ്റ് അല്ലേ. ചരിഞ്ഞിരുന്നാൽ അത് ഹൈറ്റ് പറയാൻ പറ്റില്ല. നേരെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് പറയാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് ഇവിടെ അല്ലേ ഹൈറ്റ് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ, ഹൈറ്റ് അല്ലേ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ എന്താ, ഇതതിൻ്റെ ബേസായിട്ടും, ബേസ് എന്ന് വെച്ചാൽ എന്താ അടിഭാഗം അല്ലേ, ബേസായിട്ടും ഇത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ടും നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പറയും, ഈ പടത്തിൻ്റെ എങ്ങനെ പറയും, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈസിക്കൽ ടു 1/2 × b × h അല്ലേ. ബിയും ഉണ്ട് എച്ചും ഉണ്ട്. അപ്പം 4 × 3 12 12/2 6 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? ടെസ്റ്റിലെ ചോദ്യമാണ്. ഇനി നോക്കിയ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ നടുക്കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദാണ്ട് ഇവിടെ ഒരു കട്ട അല്ലേ, ദാണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് 90 ഡിഗ്രി ആണെന്ന് പറയാൻ, പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ് അല്ലേ. ഇനി ആ വന്ന് നിൽക്കുന്ന വര നമുക്ക് ബേസും ഹൈറ്റുമായിട്ടും എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതിലാണോ അത് വന്ന് ആ കട്ട വന്നാണ്, ഇങ്ങനെ ഒരു കട്ട തന്നു കഴിഞ്ഞാൽ കേട്ടോ, അത് എങ്ങോട്ടാണോ കൊടുത്തിട്ട് അത് എവിടാണോ വന്ന് നിൽക്കുന്നത് അത് രണ്ടുമാണ് നമ്മൾ ബേസും ഹൈറ്റുമായിട്ടും എടുക്കേണ്ടത്. ആ ക്ലൂ ഓർത്ത് വെച്ചൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ വലുതിൻ്റെ മൊത്തത്തിൽ 6 സെൻറ്റിമീറ്ററും ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് 1/2 × ബേസ് 6 × 3 9 ചതുരശ്ര സെൻറ്റിമീറ്റർ കിട്ടും. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ട്രയാങ്കിളിൻ്റെ എന്താ റൈറ്റ് ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ എന്താ b × h ആണ്. ഇത് ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ നിങ്ങളെ, അതിൻ്റെയും 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇത് നോക്കിയാൽ നിങ്ങൾ ഈ കട്ട നോക്കിയാൽ മതി, കട്ട നോക്കി വെച്ച് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലൂ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അത് ഏതിലാണോ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ തുമ്പ് ഇവിടെ, ഇതിൻ്റെ ഇതിൻ്റെ ഇവിടെ കണ്ടോ. ആ ഒരു ഇത് b × h വെച്ച് അങ്ങ് b ഇതും h ഇതും കണ്ടോ. അപ്പോൾ 5 × 4 ഇത്. ഇവിടെ നോക്കിക്കേ, മുമ്പ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അല്ലേ, നോക്കിക്കേ ചരിഞ്ഞാണ് തന്നിരിക്കുന്നത്. ചരിഞ്ഞൊരിക്കലും നമുക്ക് കാണാൻ കിട്ടത്തില്ല, ഹൈറ്റ് അല്ലെ ആൾട്ടിറ്റ്യൂഡ് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഈ മുകളിൽ നിന്ന് താപ്പോട്ടാണ് ഡോട്ട്, അത് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ ഹൈറ്റ് നമ്മളപ്പോൾ ഇവിടെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് മനസ്സിലായോ? ഡോട്ട് തന്നിട്ടുണ്ടെങ്കിലും ഏതാണ് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡും ഇത് 3 അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലേ ഹൈറ്റും, ഇത് ബേസുമാണ്. അപ്പം 4 × 3 കണ്ടോ 6 സ്ക്വയർ സെൻറ്റിമീറ്റർ അതിൻ്റെയും കിട്ടി. മനസ്സിലായോ? ഇപ്പം നമ്മൾ 140 പേജിലെ കണക്കുകളാണിത്. 141 എക്സർസൈസ് ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം കേട്ടോ. അടുത്ത 142 പേജ് നോക്കൂ ഞാൻ. 142 നോക്കിക്കേ.
ഒരു ചരിഞ്ഞിരി നോക്കിയേ, തല കുത്തി നിൽക്കുന്ന ഒരു ട്രയാങ്കിളാണ് അല്ലേ. അപ്പോഴതിൻ്റെ നടുക്കൂടെ എന്തുണ്ട്, ആ ട്രയാങ്കിളിനെ തല തിരിച്ച് വെച്ചു എന്നേ ഉള്ളൂ അല്ലേ. എൻ്റെ നടുക്കൂടെ ഒരു വര കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എന്ത് കൊടുത്തിട്ടുണ്ട്, കട്ട. നമ്മൾ പറഞ്ഞായിരുന്നില്ലേ അതിൻ്റെ വന്ന് നിൽക്കുന്ന ഇതും ബേസും ഹൈറ്റുമാണ് അല്ലേ. അതും തന്നിട്ടുണ്ട്. എന്താ ബി ഇൻറ്റു 1/2 ഇൻറ്റു നമ്മൾ ആ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിലെ ബി എന്താണ്, എച്ച് എന്താണ് എന്ന് അറിയണം. അതും ഞാൻ ക്ലൂ പറഞ്ഞു തന്നായിരുന്നു നമ്മുടെ ഈ കട്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഓക്കെയാണ്. എൻ്റെ ഈ ലിങ്ക് കാണുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ കണക്ക് ഇതിൻ്റെ ഏത് കണക്കിട്ട് തന്നാലും ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ഇതിൽ കൂടുതലൊന്നും ഉണ്ട്. ഈ കട്ട ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ആ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇത് ബേസും ഇത് ഹൈറ്റും. അപ്പോൾ അത് വെച്ച് ഇത് 6 ഇൻറ്റു 3 18 18/2 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതൊക്കെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ നോക്കിയാൽ ഇതും അതുപോലെ ചരിഞ്ഞിരിക്കുന്ന ഒരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ ബേസും ഹൈറ്റും നമുക്ക് തപ്പിയിടും. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഒരു കട്ട കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇതുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്താ അപ്പോൾ ബി 5ഉം എച്ച് 4ഉമാണ്. അപ്പം 5 ഇൻറ്റു 4 20/10 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത നോക്കിക്കേ, അടുത്ത് നോക്കൂ നിങ്ങളെ. ഇതും ടെസ്റ്റിലെയാണ്, അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. ഇതും ഒരു ട്രയാങ്കിളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. ഇതും ഒരു കട്ട കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു പെർപെൻഡിക്കുലർ എന്നാണ് ഇനി കട്ട എന്ന് പറയുന്നത്. ഞാൻ എളുപ്പം പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം അല്ലേ. അപ്പോൾ എന്താ അതിൻ്റെ ആ വന്ന് നിൽക്കുന്ന ഇത് നോക്കിയാൽ മതി. 4 ഇൻറ്റു 2 4 2 8 8/2 4 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ ചരിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ആൾട്ടിറ്റ്യൂഡ് അല്ല, അല്ലെ ഹൈറ്റ് അല്ല. എന്താണ് ഇതാണ്ടിങ്ങനെ, ഇതാണ് ഹൈറ്റ്, നേരെയാണ് ഹൈറ്റ് വരുന്നത് എപ്പോഴും. അപ്പോൾ ഇവിടെ എന്താ ഒരു കട്ട കാണും. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ 4 ഇൻറ്റു ബേസ് ഇതല്ലേ 4 ഇൻറ്റു 3 കണ്ടോ. അപ്പോൾ അത് 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത് നോക്കിക്കേ, ഇതിൻ്റെ ബേസും ഹൈറ്റും എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ അവരൊരു കട്ട കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് കാണും കേട്ടോ. ആ ക്ലൂ ഒന്നും പിടിച്ചാണ്ട് എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ എന്താ ബി ഇൻറ്റു ബേസും ഹൈറ്റും 4 ഇൻറ്റു 3 അതും 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇൻറ്റു ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഫുൾ മാർക്കും കിട്ടും കേട്ടോ. 4 ഇൻറ്റു 3 12 അറിയണം. 12/2 6 അറിയണം കേട്ടോ. ഇനി നോക്കിയാൽ ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പരപ്പളവ് അല്ലേ. ട്രയാങ്കിൾ കാണുമോ നോക്കിക്കേ. പടം ഓൾറെഡി തന്നിട്ടുണ്ട്, കട്ട തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി 7 ഉണ്ട്, എച്ച് 4 ഉണ്ട്. അപ്പോൾ എത്ര? 14 സ്ക്വയർ സെൻറ്റിമീറ്റർ. എളുപ്പമല്ലേ ഈ കണക്ക്? ഈ ചാപ്റ്ററിലേക്ക് ഏറ്റവും എളുപ്പമുള്ള, നിങ്ങളുടെ സെക്കൻഡ് ടൈം ടെസ്റ്റിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാവും നിങ്ങൾ ഈ ട്രയാങ്കിൾ എന്നുള്ളത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഒരു ഇക്വേഷനും ഞാൻ തന്ന ഈ ചെറിയ ക്ലൂകളും ഒക്കെ അറിയാമെന്നുണ്ടല്ലോ, പടപടപടാന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിയാൽ 2 എണ്ണം നമ്മൾ പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ ടെസ്റ്റിലെ ആണ്. ഇതേ പരപ്പളവുള്ള ഒരു മട്ടത്തിൽ, അതായത് നിങ്ങളുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 142 ഈ ചോദ്യങ്ങളെല്ലാമാണ് ഞാൻ ഈ തരുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയല്ലേ ഞാൻ. എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടിട്ടുണ്ട്. ഒരു മട്ടത്രികോണം വരയ്ക്കാൻ നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിലുള്ള മട്ടത്രികോണം. മട്ടം എന്ന് കേട്ടാൽ എന്താ കുഞ്ഞുങ്ങളെ? അത് പെർപെൻഡിക്കുലർ. ഒരു വശം എന്തായിരിക്കും? 90 ഡിഗ്രി. അതായത് ഈ മട്ടം ഇതാണ് കണ്ടോ. ഇവിടെ എന്താ ഈ 90 ഡിഗ്രി അല്ലെ 90 ഡിഗ്രി എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുമ്പോൾ 90 ഡിഗ്രി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബോ അല്ലെങ്കിൽ മട്ടത്രികോണം എന്ന് പറയുന്നത്. 90 ഡിഗ്രി കേട്ടോ. കറക്റ്റ് 90 ഡിഗ്രി വരുന്നത് കേട്ടോ. അത് മറക്കല്ലേ. അപ്പം അതെന്താ അങ്ങനെ വരുന്ന ഒരെണ്ണം വരയ്ക്കാനാണ് പറഞ്ഞത്. താഴെ ബേസ് മുമ്പ് പറഞ്ഞ തന്നെ വേണമെന്നാ. 7 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 4. അപ്പോഴും നമുക്ക് എന്താ 14 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. ഇനി ഇതേ പരപ്പളവുള്ളതും ഇതേ പരപ്പളവ് ഏരിയ ഇത് തന്നെ ആയിരിക്കണം. എത്ര? 14 ആയിരിക്കണം. ഇപ്പം എന്നാലോ ഒരു കോൺ മട്ടത്തേക്കാൾ വലുതുമായ ഒരു ത്രികോണം വരയ്ക്കുക. നോക്കൂ നിങ്ങളെ, ബേസ് 7 അല്ലേ നമ്മൾ വന്നത്? ബേസ് 7 അല്ലേ, ഹൈറ്റ് 4. ഇത് ചെയ്താലും നമുക്ക് എന്തോ ഈ പറഞ്ഞത് തന്നെ കിട്ടുമെന്ന്. ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഇത് വരച്ച് കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ ഇത് തന്നെ വേണമെന്നാണ് അവർ പറഞ്ഞത് അല്ലേ. ഇതേപോലെ തന്നെ ആവണം. പക്ഷെ മട്ടം നോക്കിക്കേ, മട്ടം എന്ന് വെച്ചാൽ കേട്ടോണേ കുഞ്ഞുങ്ങളെ. ഇതെന്താ ഒരു വശം എന്തായിരിക്കണം? മട്ട ത്രികോണം എന്ന് ഓർക്കുമ്പോഴേ ഒരു വശം 90 ഡിഗ്രി. അതൊന്ന് ക്ലൂ ആയിട്ട് റൈറ്റ് ട്രയാങ്കിളിനാണ് ഈ മട്ട ത്രികോണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഇത്രയും ഞാൻ പഠിപ്പിച്ചു. ഇനിയും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഞാൻ ഇടാം കേട്ടോ നിങ്ങളെ. സ്കൂളിൽ അത് നിങ്ങൾ തിരക്കുക. എല്ലാ സ്കൂളിലും ചില സ്കൂളുകളിലൊക്കെ ഇത് എടുത്തായിരുന്നു. ഞാൻ ലിങ്കിൽ എനിക്ക് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ ഇട്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ നോട്ട് കിട്ടാതുണ്ടെങ്കിലോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണമായിരുന്നു കേട്ടോ. ഞാൻ എഴുതിയിട്ട് തരാം. ഓക്കെ നിങ്ങളെ, താങ്ക് യു.